കഴിഞ്ഞ 2023 ഈസ്റ്റർ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായത് BJPയുടെ ഗൃഹ സന്ദർശനത്തിലൂടെയാണ്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രിസ്മസ് കേക്കുമായി BJP പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ ഭവനങ്ങളിൽ ആശംസയുമായി എത്തിയ കാഴ്ചകളും കേരളം കണ്ടു. എന്നാൽ ഇത്തവണ വിപുലമായ പരിപാടികളോ പ്രഖ്യാപനങ്ങളോ കാണുന്നില്ല എന്നതാണ് ഒരു രസകരമായ കാര്യം. BJPയുടെ പിന്മാറ്റത്തിന് കാരണമെന്ത് എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കുറഞ്ഞോ BJPക്ക് എന്ന ചോദ്യം ഉയർത്തുകയാണ്. BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ് തന്നെ ചേരുകയാണ് പ്രതികരണവുമായി. S. സുരേഷ്, സ്വാഗതം. ഇത്തവണ ഈസ്റ്ററിന് ആശംസകളുമായി പോകുന്നില്ലേ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് BJP സംസ്ഥാനം ഒട്ടുക്കെ? അല്ല, ആശംസകളുമായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം അങ്ങയോട് ആരാണ് പറഞ്ഞത് എന്നെനിക്കറിയില്ല. അങ്ങ് എവിടെ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈസ്റ്റർ ദിന ആശംസകൾ നടത്തുന്നില്ല എന്നും ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല? അല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പരിപാടികൾ വളരെ വിപുലമായിരുന്നു നടത്തിയത്. പ്രഭാരി അടക്കമുള്ള ആളുകൾ നേരിട്ട് സഭാ നേതൃത്വത്തെ കാണുന്നു. സംസ്ഥാനം അങ്ങോളം ഇങ്ങോളമുള്ള BJP പ്രവർത്തകർ തന്നെ ഇറങ്ങുന്നു. 5 ലക്ഷത്തിലധികം വീടുകളിലേക്ക് പോകുന്നു. അത് വലിയ പ്രചാരണമായിരുന്നു BJPയുടേത്. അല്ല, BJP ഒരു കാലത്ത് ഇത് പ്രചരണം നടത്തേണ്ടതും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകരെ അതിന് സജ്ജരാക്കേണ്ടതുമായിട്ടുള്ള ഒരാവശ്യം കേന്ദ്രീകൃതമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് താങ്കൾ പറഞ്ഞതുപോലെ 2023 ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് വ്യവസ്ഥാപിതമായിട്ട് നടത്തിയതിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തി പ്രവർത്തകരെ സജ്ജമാക്കി അത് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യം ഇല്ല. ഇന്ന് ഞങ്ങളിൽ തന്നെ ഇന്നലെ താങ്കൾ കണ്ടിട്ടുണ്ടാകും, ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു, ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ആ ജില്ലാ ഭാരവാഹി തലത്തിൽ തന്നെ 50-ലേറെ ക്രിസ്ത്യൻസ് നേതാക്കൾ BJPക്കുണ്ട്. മണ്ഡലം അടിസ്ഥാനത്തിൽ 1000-ൽ പരം വരുന്ന ക്രിസ്ത്യൻ നേതാക്കന്മാർ BJPക്കുണ്ട്. ഇന്ന് BJP 10,000-കണക്കിന് വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരുടെയും കൂടി പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഈ അടുത്ത കാലത്തായിട്ടാണ് ഗണ്യമായ രീതിയിൽ ക്രിസ്ത്യൻ സഹോദരന്മാർ BJPയുടെ അംഗത്വം എടുക്കുകയും അതിൽ തന്നെ പലരും BJPയുടെ മണ്ഡലം തല പഞ്ചായത്ത് തല നേതാക്കന്മാരായിട്ട് മാറുകയും 50ഓളം ആൾക്കാർ ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിയിലുണ്ടായ ഒരു വലിയ മാറ്റമാണ്. പക്ഷേ സുരേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു സംഭവ വികാസം പരിശോധിച്ചാൽ അത് മുനമ്പം വിഷയമാകട്ടെ, അത് കുരിശുയാത്ര തടഞ്ഞ വിഷയമാകട്ടെ, അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം തലശ്ശേരി ബിഷപ്പ് അടക്കമുള്ള ആളുകൾ പരസ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഈസ്റ്റർ വരുന്നത് എന്നത് കൂടിയുണ്ട്. ഈസ്റ്റർ ഈ പ്രത്യേക സാഹചര്യത്തിലല്ല വരുന്നത്. ഈസ്റ്റർ എപ്പോഴും വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾക്ക് അത് നിങ്ങളുടെയൊക്കെ കുറേ പത്രക്കാരുടെ ലോകത്ത് മാത്രമുള്ള വിഷയങ്ങളാണ്. സാധാരണ ക്രിസ്ത്യാനികളെ ഒന്നും ഇത് ബാധിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഈസ്റ്റർ ഡൽഹിയിലുണ്ടായ സംഭവം, അവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയും തടഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ യാത്രയും തടഞ്ഞിട്ടുണ്ട്. അത് അവിടുത്തെ സുരക്ഷാ കാരണമാണ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് പലതും ഇതേപോലെ തടയപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ന്യൂസാക്കേണ്ട. ജബൽപൂരിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളായിരുന്നില്ല അവിടെ സംഭവിച്ചത്. എവിടെ? ജബൽപൂരിൽ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എവിടെ ഉണ്ടായത്? ഇടുക്കിയിൽ ഇടുക്കിയിൽ ആക്രമണം ഉണ്ടായത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? തീർച്ചയായും പെട്ടിട്ടുണ്ട്. അവിടെ ആക്രമണം അല്ല ഉണ്ടായത്, കുരിശു പൊളിച്ച ഒരു സംഭവമാണ്. ജബൽപൂരിൽ മാത്രമല്ലല്ലോ. അതെ, അതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പലയിടത്തും നടക്കാറുണ്ട്. ചില ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു സാധാരണ സംഭവമായാണോ BJP കാണുന്നത്? ചില ആരാധനാലയങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഒരു സാധാരണ കാര്യം പോലെയാണോ? ഒരു കൂട്ടം ആളുകൾ വർഗീയമായി ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നത് സാധാരണ കാര്യമായാണോ കാണുക? അല്ല, ഇടുക്കിയിൽ കുരിശു പൊള്ളിച്ചതും ജബൽപൂരിൽ നടന്നതും ഒക്കെ ഗൗരവത്തിലുള്ള കാര്യം തന്നെയാണ്. ജബൽപൂരിൽ നടന്നത് വർഗീയമായ ഒരു ആക്രമണമാണ് ശ്രീ S. സുരേഷ്. അതിനെ ഇടുക്കിയിൽ നടന്ന ഒരു സംഭവത്തെ, വർഗീയമായി നടന്ന ഒരു ആക്രമണത്തെ എങ്ങനെയാണ് താങ്കൾ അതുമായി ഒരു കൂട്ടിക്കെട്ടാൻ പറ്റുന്നത്? ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, ഇത് ക്രിസ്ത്യൻ സഭ നേതൃത്വം തന്നെ പറയുകയാണ്.
ഇത് സഭാ നേതൃത്വം തന്നെ പറയുകയാണ്. ഇത് തലശ്ശേരി ബിഷപ്പ് പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോൾ മതപരമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിന് പറ്റാത്തൊരു സാഹചര്യം ഇന്ത്യയിലുണ്ട് എന്ന് സഭാ നേതൃത്വം, കേരളത്തിലെ സഭാ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പറയുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരെ അഭിമുഖീകരിക്കാൻ ഭയമുണ്ടോ എന്നത് മാത്രമേ ചോദ്യമുള്ളൂ. നാളെ നിങ്ങൾ ഈസ്റ്റർ സന്ദേശവുമായി പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട വിപുലമായ ഒരു പരിപാടികളും ഇത്തവണ BJP നടത്തിയതായി കണ്ടില്ല. അത് ഈ ഒരു സാഹചര്യത്തിൽ, ഇത്രയും വിവാദമായ പല വിഷയങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സഭകൾ പരസ്യമായി തന്നെ നേതൃത്വത്തിനെതിരെ, BJP കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരെ അഭിമുഖീകരിക്കാൻ മടിയുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. അല്ല, ശ്രീ രുജീഷ്, അങ്ങയുടെ പ്രസംഗം കഴിഞ്ഞ് അങ്ങേന് ഒരേ വാക്ക് തന്നെ ഒരു കഴിഞ്ഞ 5 മിനിറ്റായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. അല്ല, ഇതിനകത്ത് കയറിയിട്ട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ അങ്ങേക്ക് സംസാരിക്കാനാണെങ്കിൽ അങ്ങ് എന്നെ മാറ്റിയിട്ട് അങ്ങ് 10 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഞാൻ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ സംസാരിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. അതിൽ 7 മിനിറ്റ് എടുത്തു. ഇനി 2 മിനിറ്റ് പറയാൻ എന്നെ അനുവദിക്കുമെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ഒന്ന്, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടെ ആത്മാർത്ഥത തെളിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 65 വർഷമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിക്കുകയും മുസ്ലിം തീവ്രവാദത്തിൻ്റെ പിന്നാലെ UDFും LDFും പോവുകയും എന്തിനേറെ ഈ ബിഷപ്പിനെതിരെ പോലും, പാലാ ബിഷപ്പിനെതിരെ പോലും ജാമ്യമില്ലാത്ത കേസെടുപ്പിക്കുകയും ഇടുക്കി ബിഷപ്പ് ഹൗസിൽ കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തുകയും കോട്ടയത്ത് ക്രിസ്മസ് കരോളിനെ DYFIക്കാർ 8 ദിവസം തടഞ്ഞിട്ടതും പോലെയുള്ള സംഭവങ്ങൾ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഇതൊന്നും നിങ്ങൾ ചർച്ചയാക്കാതെ ജബൽപൂരിൽ ഏതെങ്കിലും വർഗീയവാദിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും ആക്രമണം നടത്തിയതിനെ ഇവിടെ ചർച്ചയാക്കുന്നതിൻ്റെ ഇതുണ്ടല്ലോ, ആ അപകടകരമായിട്ടുള്ള ലക്ഷ്യം, അത് ഞാൻ ചോദ്യം ചെയ്തു എന്നേ ഉള്ളൂ. നാളെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാവിലെ മുതൽ പള്ളികളിലേക്ക് പോകുന്നുണ്ട്, മതമേലധ്യക്ഷന്മാരെ കാണുന്നുണ്ട്. ഞങ്ങളുടെ കേരളത്തിലെ 15,000-ൽ പരം വരുന്ന ബൂത്തുകളിൽ ക്രിസ്ത്യൻ സഹോദരന്മാരുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ ഞങ്ങളോടൊപ്പമുള്ള ക്രിസ്ത്യൻ സഹോദരന്മാരോടൊപ്പം അവരുടെ ആ ഈസ്റ്ററിൽ ആഘോഷങ്ങളിൽ പങ്കാളിയാകുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ മുഴുവൻ മതമേലധ്യക്ഷന്മാർക്കും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഹോദരന്മാർക്കും പൊതുസമൂഹത്തിൽ പ്രസക്തരായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാർക്കൊക്കെ ഈസ്റ്റർ ദിന സന്ദേശങ്ങൾ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ രീതിയിൽ BJP ഇന്ന് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് BJPയോട് അകന്നു നിൽക്കുന്നൊരു സമൂഹമല്ല, അവർ ഞങ്ങളുടെ തന്നെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. അല്ലാതെ ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും BJP ഈസ്റ്റർ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനൊരു ആഘോഷം നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ കുറ്റമാണ്, അത് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങളുടെ കുറ്റവും നിങ്ങളുടെ അറിവില്ലായ്മയും ഒക്കെ BJPയുടെ പുറത്ത് ചാരിയിട്ട് BJP ഈസ്റ്റർ ആഘോഷിക്കുന്നില്ല എന്ന ആഖ്യാനം. ശ്രീ സുരേഷ്, എന്തായാലും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സഭയുമായൊക്കെ വലിയ അടുത്ത ബന്ധം ഈ അടുത്ത കാലത്തുണ്ട് എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ റബ്ബറിന്റെ വില കൂട്ടിയാൽ BJPക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ അതേ ബിഷപ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ, മറ്റു മതങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഉണ്ടായതെന്ന് കൂടി താങ്കൾ ഈ നിമിഷം ഓർക്കണമെന്ന് മാത്രമേ പറയാൻ. എന്തായാലും ജബൽപൂരിൽ സംഭവിച്ചത് അത് ഏതെങ്കിലും വർഗീയവാദികളാണ് എന്ന് താങ്കൾ സമ്മതിച്ചതിൽ എന്തായാലും സന്തോഷം. വളരെയധികം നന്ദി ശ്രീ എസ് സുരേഷ് ഈ നിമിഷം പ്രതികരിച്ചത്. എന്തായാലും അടുത്ത ദിവസം ഈസ്റ്ററിൽ സ്നേഹ സന്ദേശവുമായി BJP നേതാക്കൾ എത്തും. എന്തായാലും BJPയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുക തന്നെയാണ് സഭാ നേതൃത്വം എന്ന വാദം തന്നെയാണ് BJP സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷും പങ്കുവയ്ക്കുന്നത്.